സോ നമുക്ക് ഡയറക്റ്റ് അനാലിസിസിലേക്ക് കിടക്കാം. അപ്പോൾ സെപ്റ്റംബർ 23 മാർക്കിലെ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 22 ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ഓക്കെ, നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് അതിന്റെ നിഫ്റ്റി സെൻസസ്, പിന്നെ ബാങ്ക് നിഫ്റ്റി ലെവൽസ് മാർക്ക് ചെയ്യാം. ഓൾറെഡി ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതില് 22 സെപ്റ്റംബറിൽ വരുവാണെങ്കിൽ ഈ ഒരു ബൗൺസിങ് ലെവൽ കണ്ടോ, അതായത് ഈ ഒരു ബൗൺസിങ് ലെവൽ ഓപ്പണിംഗിൽ തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ബൗൺസിങ് ലെവൽ ഒരുപാട് നേരം കൺസോളിഡേറ്റ് ചെയ്തിട്ട് ആ മാർക്കറ്റിന്റെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, തിരിച്ച് റിട്ടേൺ വന്നു, ഇവിടെ ക്ലോസ് ചെയ്തു. അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി ഈ ഒരു ലെവലിൽ എന്ത് ചെയ്തു, നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു, മുകളിലേക്ക് പോയി മാർക്കറ്റ് ഒരുപാട് കൺസോളിഡേറ്റ് ചെയ്ത് പിന്നെ ആ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ആ ലെവലിൽ ഈ ബൗൺസിംഗ് ലെവലിന്റെ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ നിഫ്റ്റി ക്ലിയർ ആണ്. നിഫ്റ്റിയിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ്, അതായത് നിഫ്റ്റിയിൽ വൺ ലെവൽ ഓഫ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ട്. കാരണം ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഈ ലെവലിന്റെ താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഇവിടെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. കൂടാതെ ഈ ഒരു സ്ട്രോങ് മൊമെന്റം കണ്ടുകൊണ്ടും സെല്ലേഴ്സ് ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ അതിന്റെ താഴെ ക്ലോസ് ചെയ്തുകൊണ്ട് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് അവൈലബിൾ. ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല നിഫ്റ്റിയിൽ. ഓക്കെ, നിഫ്റ്റിയിൽ അത്രേ ഉള്ളൂ, വേറെ റൗണ്ട് നമ്പേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ബൗൺസി ലെവൽ മാർക്ക് ചെയ്തു, ക്ലോസിംഗ് പ്രൈസ് മാർക്ക് ചെയ്തു, പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത് സെല്ലേഴ്സിനെയാണ്, പ്രീവിയസ് ഡേയിൽ ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത് സെല്ലേഴ്സിനെയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ബൗൺസിംഗ് ലെവലിന്റെ താഴെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് ഇവിടെ സെല്ലേഴ്സ് ആണ് ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. അതുകൂടാതെ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ടൂൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ, അതായത് എവിടെ നിന്നാണ് സെല്ലിംഗ് വന്നേക്കുന്നത്, ഈ ഒരു ലെവലിൽ നോക്കാം. ഈ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ 50% റിട്രേസ് നടന്നിട്ട് ഇവിടെ ഡ്രാസ്റ്റിക് സെല്ലിംഗ് നടന്നേക്കുന്നത് എവിടെ നിന്നാണോ അവിടെ നോക്കുക. ഡ്രാസ്റ്റിക് സെല്ലിംഗ്, ഓക്കെ, ഇവിടുന്ന് തന്നെയാണ് ഡ്രാസ്റ്റിക് സെല്ലിംഗ് നടന്നേക്കുന്നത്. സോ മാർക്കറ്റ് ഇവിടെ വരെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നുണ്ടോ, അതായത് ഈ ഒരു ഹൈറ്റ് ലോ വരെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 50-60% റീട്രേസ്മെന്റിന്റെ താഴെയാണ്. സോ ഇവിടെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ഇവിടെ മാർക്കറ്റ് എത്തിയിട്ടില്ല, മാർക്കറ്റ് ഇതിന്റെ താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഇവിടെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. അത് കൂടാതെ ബൗൺസി ലെവലിന്റെ താഴെ ക്ലോസ് ചെയ്തുകൊണ്ട് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ സെൻസസ് നോക്കാം. സെൻസസ് നോക്കുകയാണെങ്കിൽ 23 മാർക്കറ്റില് സെൻസസ് സെയിം കൈൻഡ് ഓഫ് നിഫ്റ്റിയുടെ മൊമെന്റം ആണ്. അതായത് ഒരു ബൗൺസ് ചെയ്ത് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തു, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പക്ഷെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 82,000 സപ്പോർട്ട് എടുത്തിട്ട് അതിന്റെ മുകളിൽ ബൗൺസിംഗ് ലെവലിന്റെയും മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ബയേഴ്സ് ആണ് ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. ഇവിടെ സെല്ലേഴ്സിന്റെ ഇവിടെ ഡ്രാസ്റ്റിക്കലി സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈവൻ ദോ നമുക്ക് ചെക്ക് ചെയ്യാം, ഇവിടുന്ന് ഡ്രാസ്റ്റിക്കലി സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ 50-60% താഴെയാണ്. പക്ഷെ ഇവിടെ മാർക്കറ്റിൽ സെല്ലേഴ്സും അവൈലബിൾ ആണ്, ബയേഴ്സും അവൈലബിൾ ആണ്. പക്ഷെ സ്ട്രോങ് ആയിട്ടും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബയേഴ്സ് ആണ്. ഓക്കെ, അതായത് സെല്ലേഴ്സും, അതായത് ഇവിടം വരെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ 50-60% മാർക്കറ്റ് റീട്രേസ് ചെയ്തില്ല. സോ സെല്ലേഴ്സ് അവൈലബിൾ ആണ്. കൂടാതെ 82,500 സെല്ലിംഗ് വന്നിരിക്കുന്നത്. സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ട് അവൈലബിൾ ആണ്. അത് കൂടാതെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴും സെല്ലേഴ്സ് ആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് മാർക്കറ്റ് പക്ഷെ ക്ലോസ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ഈ ലെവലിന്റെ മുകളിലാണ്, 82,000 സപ്പോർട്ട് എടുത്തിട്ട്. അത് കൂടാതെ ബൗൺസിംഗ് ലെവലിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ലെവൽ ഓഫ് ബയേഴ്സ്, ക്ലോസിംഗിൽ തന്നെ 2 ലെവൽ ഓഫ് ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. ഓക്കെ, 2 ലെവൽ ഓഫ് ബയേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. ഇവിടെ ഒരു 1 ലെവൽ ഓഫ് സെല്ലേഴ്സ് മാത്രമാണ് ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോഴേക്കും പിന്നെ ബയേഴ്സും ആക്ടിവേറ്റഡ് ആണ്. സോ സെല്ലേഴ്സും ഇക്വലി ആക്ടിവേറ്റഡ് ആണ്, ബയേഴ്സും ആക്ടിവേറ്റഡ് ആണ്. ബോത്ത് ഇൻഡെക്സ് സെൻസസ് ആയിക്കോട്ടെ, സെൻസസിന്റെ ബയേഴ്സും ആക്ടിവേറ്റഡ് ആണ്, സെല്ലേഴ്സും ആക്ടിവേറ്റഡ് ആണ്. നിഫ്റ്റിയിൽ
സെല്ലേഴ്സ് ആണ് ആക്ടിവേറ്റ് ആയത്. ഓക്കെ ഓക്കെ അപ്പം ഒരു എന്താ പറയാ 50-50 സിനാരിയോ ആണ്. സോ ഇങ്ങനത്തെ സിനാരിയോ വരുന്ന ടൈമിൽ നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഒരു ക്ലാരിറ്റി ഇല്ല. ഈവൻ ദോ ഇവിടുന്ന് സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് റീട്രേസ്മെന്റ് തരാത്തതുകൊണ്ട് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അതുകൂടാതെ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ചെയ്യുമ്പോൾ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അത് പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, 82,000 നിന്ന് സപ്പോർട്ട് എടുത്ത് ഈ ബൗൺസിംഗ് ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്തു. സോ ബയേഴ്സിന്റെയും സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്, സെല്ലേഴ്സും അവൈലബിൾ ആണ്, ഈക്വലി ബയേഴ്സും അവൈലബിൾ ആണ്. നിഫ്റ്റിയിലും ആയിക്കോട്ടെ സെല്ലേഴ്സ് അവൈലബിൾ ആണ്. നിഫ്റ്റിയിൽ സെല്ലേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിഫ്റ്റിയിൽ 2 ലെവൽ ഓഫ് സെല്ലേഴ്സ്, അതായത് ഈ 50% റിട്രേസ്മെന്റ് തന്നിട്ടില്ല, ഇവിടെ നിന്ന് സെല്ലേഴ്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ ഇതിന്റെ ഈ ക്ലോസ് ചെയ്തതിന്റെ താഴെ ക്ലോസ് ചെയ്യുമ്പോൾ സെല്ലേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഇതുപോലെ ബൗൺസ് ചെയ്ത് തന്നു, ബൗൺസിങ് തന്നു, ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തു, പിന്നെ തിരിച്ച് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്ത്, അതായത് ഇതാണ് ക്ലോസിംഗ് പ്രൈസ്, ഈ ക്ലോസിംഗ് പ്രൈസ് തിരിച്ച് മുകളിൽ ബ്രേക്ക് ചെയ്ത്, പക്ഷേ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. സോ ഒരു നെഗറ്റീവ് ബിഹേവിയർ ആണ് ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളത്. ബാങ്ക് നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്തു, അതായത് ഇത് കണ്ടോ, ഈ ഒരു പർട്ടിക്കുലർ ലെവല്, അതായത് ഈ ബൗൺസിംഗ് ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അതിന്റെ താഴെയാണ് ക്ലോസ് ചെയ്തത്. അത് കൂടാതെ 55,500 നിന്ന് സെല്ലിംഗ് വന്നിട്ടുണ്ട്, ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. സോ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്, സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ബാങ്ക് നിഫ്റ്റിയിൽ അവൈലബിൾ ആണ്. ഇത് നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആണ്. ഡയറക്റ്റ് മാർക്കറ്റ് ഇത് കണ്ടോ, ഇവിടെ 50-60% റിട്രേസ്മെന്റ് കൊടുത്തിട്ടില്ല. സോ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. അപ്പൊ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള. ഈ കൂടാതെ ബൗൺസ് ലെവലിന്റെ താഴെ ക്ലോസ് ചെയ്യുമ്പോൾ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ്, അതായത് 2 ലെവൽ ഓഫ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ബാങ്ക് നിഫ്റ്റിയിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ മാർക്കറ്റിൽ പ്രീവിയസ് ഡേയിൽ തന്നെ നെഗറ്റീവ് ബിഹേവിയർ ആണ്. സോ ഓൾമോസ്റ്റ് മാർക്കറ്റ് നെഗറ്റീവ് ആണ്. സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് ബാങ്ക് നിഫ്റ്റി അവൈലബിൾ ആയിട്ടുള്ള. ബാക്കി രണ്ട് ഇൻഡെക്സും ബോത്ത് എന്താ പറയാ, നിഫ്റ്റിയിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള. സെൻസസും നോക്കുവാണെങ്കിൽ സെൻസസിൽ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസും ഉണ്ട്, സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസും ഉണ്ട്. സോ നിഫ്റ്റി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സെൻസസിൽ സെല്ലേഴ്സിന്റെയും ബയേഴ്സിന്റെയും സ്റ്റോപ്പ് ലോസ് ഈക്വലി 50% ഉണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് മാത്രമേ ഉള്ളൂ. നിഫ്റ്റി നോക്കുവാണെങ്കിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് മാത്രമേ ഉള്ളൂ. സോ അപ്പം നമുക്ക് പ്രിഫറബിളി ട്രേഡ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ നിഫ്റ്റി അല്ല ബാങ്ക് നിഫ്റ്റി ആണ്. അതായത് മൾട്ടിപ്പിൾ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നിഫ്റ്റി അല്ല ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാം. പക്ഷെ സെൻസസിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഈക്വലി ബയേഴ്സും ഉണ്ട് സെല്ലേഴ്സും ഉണ്ട്. സോ സെൻസസ് സ്കിപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിന്റെ ബിഹേവിയർ വന്നേക്കുന്നത്. അതായത് ഓപ്പൺ ചെയ്തപ്പോ തന്നെ, അതായത് ഓൾറെഡി മാർക്കറ്റിൽ ഈ ഒരു 50-60% റിട്രേസ്മെന്റ്, അത് കേട്ടോ, ഇവിടം വരെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ 50-60% റിട്രേസ്മെന്റ് വന്നു. ഓക്കെ, കറക്റ്റ് 50-60% റീട്രേസ്മെന്റ് വന്നു ഈ ഒരു ലെവല്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ അതായത് എന്താ, ഓപ്പൺ ചെയ്തു, ഓപ്പണിംഗിൽ തന്നെ 50% റീട്രേസ്മെന്റ് വന്നു അല്ലെ. ഇത് ക്ലിയർ ആണ്, അതായത് ഇതൊരു ട്രാപ്പ് ആണ്. അതായത് ആക്ച്വലി ഇത് പറയുവാണെങ്കിൽ ഓപ്പണിംഗിൽ തന്നെ 50% റീട്രേസ്മെന്റ് വന്നു. അതായത് ഇവിടെ നിന്ന് ഈ ഒരു മൊമെന്റത്തിൽ നിന്ന് ഇവിടം വരെ 50% റീട്രേസ്മെന്റ് തന്നിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോഴേക്കും സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. കാരണം സെല്ലേഴ്സിന് ഇവിടെ കൺഫർമേഷൻ കൊടുക്കുവാണ്, 50% റീട്രേസ്മെന്റിന് മാർക്കറ്റ് തിരിച്ചു വരുവാന്നുള്ള കൺഫർമേഷൻ കൊടുക്കുവാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി ഒരു എന്താ പറയാ, മാർക്കറ്റ് 50% റീട്രേസ്മെന്റ് തന്നു. ഓൾറെഡി മാർക്കറ്റ് എന്ത് ചെയ്തു, നെഗറ്റീവ് തന്നെയാണ്. ഓൾറെഡി മാർക്കറ്റ് നെഗറ്റീവിലാണ്. അങ്ങനെ ബിഹേവിയറിൽ മാർക്കറ്റ് ഉണ്ട്. ഓൾറെഡി മാർക്കറ്റ് പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. കറന്റ് ഡേയിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, കറക്റ്റ് 50% റിട്രേസ്മെന്റിൽ നിന്ന് മാർക്കറ്റ് സെല്ലിംഗ് വരുന്നു. സോ ഇവിടെ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. അതുകൂടാതെ ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നു, സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. അതും കൂടാതെ ഡേ സ്ലോ ബ്രേക്ക് ചെയ്യുന്നു, സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. അതും കൂടാതെ ഡേ സ്ലോ ബ്രേക്ക് ചെയ്തിട്ട് അത് പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്യുന്നു, സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയി. അതുകൂടാതെ മാർക്കറ്റ് ഒരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്തു, ആ സ്വിംഗ് ബ്രേക്ക് ചെയ്യുന്നു. സോ ഹെവിലി മാർക്കറ്റിൽ സെല്ലേഴ്സ് ആക്ടിവേറ്റഡ് ആയി. നമുക്ക് അപ്പൊ എത്ര കിട്ടി, 4 ലെവൽ ഓഫ് സെല്ലേഴ്സ് ആക്ടിവേറ്റഡ് ആയി മാർക്കറ്റിൽ. സോ 4 ലെവൽ ഓഫ് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയി. മാർക്കറ്റ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞിട്ട്
4 ലെവൽ ഓഫ് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് നടന്നിരിക്കുന്നത് ആക്ച്വലി? അതായത് ഈ ഒരു ലെവൽ കൊണ്ട് നമുക്ക് വേണ്ട ഇനഫ് 4 ലെവൽ ഓഫ് ബയേഴ്സ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ആക്ടിവേറ്റ് ആയി കഴിഞ്ഞിട്ട് ഇവിടെ ശരിക്കും ഒന്ന് സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു എൻഗൾഫിംഗ് കണ്ടോ? ഈ ഒരൊറ്റ ക്യാൻഡിന്റെ എൻഗൾഫിംഗ് കണ്ടോ? ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ള എൻഗൾഫിംഗ്. ഇവിടെ നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാം. കാരണം ഇതിന് 4 ലെവൽ ഓഫ് സെല്ലേഴ്സ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കൺഫർമേഷൻ ആണ് ഫോർ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. ബെസ്റ്റ് കൺഫർമേഷൻ ആണ്, ഹെവിലി ബെസ്റ്റ് കൺഫർമേഷൻ ആണ്. 40 പോയിന്റ്സ് സ്റ്റോപ്പ് ലോസും എന്താ പറയാ 40 പോയിന്റ്സ് ടാർഗറ്റും വെക്കാം. സോ എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഇവിടെ എവിടെയാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക സ്റ്റോപ്പ് ലോസ്? മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ലോസിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഇവിടം വരെ ഈ ഒരു പ്രീവിയസ് ഡേ ഹൈ വരെ നമുക്ക് ടാർഗറ്റ് ഈസിലി വെക്കാം. കാരണം സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. 4 ലെവൽ ഓഫ് സ്റ്റോപ്പ് ലോസ് ആക്ടിവേറ്റഡ് ആണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് വരെ പോകും. കാരണം 4 ലെവൽ ബയേഴ്സ് ആണ്. ഇവിടെ ഇവിടം വരെ പോയി മാർക്കറ്റ് കണ്ടോ? മാർക്കറ്റ് പോയേക്കുന്നുണ്ടോ? അതായത് എവിടുന്നാണോ മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ഞാൻ പറഞ്ഞു 50% റീട്രേസ്മെന്റ് ലെവലാണിത്, ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ലെവലാണിത്. ഇവിടം വരെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? കറക്റ്റ് ഇവിടെ ഹണ്ട് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ റിവേഴ്സ് ആയി. കാരണം ഇവിടം വരെ ഉള്ളൂ സ്റ്റോപ്പ് ലോസ്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ 4 ലെവൽ സ്റ്റോപ്പ് ലോസ് ആക്ടിവേറ്റ് ആയി അറ്റ്ലീസ്റ്റ് 2 to 3 ലെവൽ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റും എന്ന് പറയുന്നത്. കാരണം ഇതാണ് ഇതിന്റെ ആക്ച്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. കാരണം ടാർഗറ്റ് നമുക്ക് ഡിഫൈൻ ആണ്. മാർക്കറ്റ് എവിടെ വരെ പോകും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് മെത്തേഡിന്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത്. മാർക്കറ്റ് എവിടെ വരെ പോകുന്ന പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും. ഓക്കെ, അത് ക്ലിയർ ആണ്. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മാർക്കറ്റിൽ എന്ത് ചെയ്തു? ഇവിടം വരെ 50% റീട്രേസ്മെന്റ് വന്നു. ഇവിടുന്ന് ഈ റീട്രേസ്മെന്റ് കണ്ടുകൊണ്ട് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. അപ്പൊ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെയായി? ഇതിന്റെ മുകളിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആയി. മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നു. ഇതിന്റെ മുകളിൽ ക്ലോസിംഗ് പ്രൈസിന്റെ മുകളിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആയി. മാർക്കറ്റ് പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്യുന്നു. പ്രീവിയസ് ഡേയുടെ മുകളിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആയി. മാർക്കറ്റ് ഒരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് സ്വിംഗ്. ഈ സ്വിംഗ് കണ്ടോ? ഈ സ്വിംഗ് ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആയി. അറ്റ്ലീസ്റ്റ് 1 2 3 4 അതായത് 2 ലെവൽ, അതായത് എന്താ പറയാ, അറ്റ്ലീസ്റ്റ് നമുക്കൊരു എന്താ പറയാ പ്രീവിയസ് ഡേ ലോ കട്ട് ചെയ്യുമ്പോൾ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാം. പക്ഷെ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? എവിടെ നിന്ന് എത്രയൊക്കെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെ നിന്നൊക്കെ ഇനിഷ്യലി ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ അവരുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് വന്നെടുത്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ്. സോ ഇതാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ നിഫ്റ്റിയുടെ അനാലിസിസ് ആയിരുന്നു. മാക്സിമം 4 ലെവൽ ഓഫ് സ്റ്റോപ്പ് ആക്ടിവേറ്റ് ചെയ്തു, മാർക്കറ്റ് റിവേഴ്സ് ആയി, ടാർഗറ്റ് ഹിറ്റ് ആയി. ഓക്കെ, അതേ ടൈമിൽ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ടൈം ശ്രദ്ധിക്കുവാണെങ്കിൽ 11:21. ഓക്കെ, 11:21 നോക്കുവാണെങ്കിൽ സെൻസസ് നോക്കാം. സെൻസസ് നോക്കുവാണെങ്കിൽ 11:21. സെൻസസിൽ നോക്കട്ടെ. സെൻസസ് കോംപ്ലിക്കേറ്റഡ് ആണ്. സെൻസസ് ട്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം സെൻസസിൽ ബയേഴ്സും ഉണ്ട്, 2 ലെവൽ ബയേഴ്സും ഉണ്ട്, 2 ലെവൽ സെല്ലേഴ്സും ഉണ്ട്. സെൻസസ് എന്താ ചെയ്തേക്കെന്ന് വെച്ചാല് നമുക്ക് നോക്കാം. സെൻസസ് ഇവിടുന്ന് സെല്ലേഴ്സിന് ആക്ടിവേറ്റ് ചെയ്തു. ഓക്കെ, 50% സെല്ലേഴ്സിന് ആക്ടിവേറ്റ് ചെയ്തു. എന്ത് ചെയ്തു? സെല്ലേഴ്സിന് ആക്ടിവേറ്റ് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? സെല്ലേഴ്സിന് ആക്ടിവേറ്റ് ചെയ്തു. കറക്റ്റ് 50% ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയി. അതുകൂടാതെ ഇതിന്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ബയേഴ്സ് ഉണ്ടോ അതും മനസ്സിലാക്കണം. ഓൾറെഡി ഇതിന്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു 2 ലെവൽ ബയേഴ്സ് മാർക്കറ്റിൽ ക്ലോസിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞു. കാരണം 82,000 മാർക്കറ്റ് റിട്ടേൺ ആയി. ക്ലോസ് ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്തപ്പോഴേക്ക് 2 ലെവൽ ബയേഴ്സ് ആയി. അപ്പം അതും കണ്ടോണ്ട് ഇവിടുന്ന് ഒരു ബൈയിങ് മൊമെന്റം കണ്ടോ? അതായത് സൂം ചെയ്യാം. ഇവിടുന്ന് ഒരു ബൈയിങ് മൊമെന്റം കണ്ടോ? ഈ ഒരു ബൈയിങ് മൊമെന്റം, ഇവിടുന്ന് ഈ ഒരു മൊമെന്റം, അതായത് ഒരു ചെറിയ സ്വിംഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണിച്ചു തരാം. അതായത് ഇതിന്റെ മുകളിൽ ഓൾറെഡി 2 ലെവൽ ബയേഴ്സ് ആക്റ്റീവ് ആണ്. അതായത് ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ, റിട്രേസ്മെന്റ്, പിന്നെ കണ്ടിന്യൂഷൻ. സോ ഇതിലും ബയേഴ്സ് ആക്ടിവേറ്റ് ആവും. അപ്പൊ ഇവിടെ 3 ലെവൽ ബയേഴ്സ് ഇവിടെ ആക്ടിവേറ്റ് ആവും. എന്നിട്ട് ആ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് മാർക്കറ്റ് എടുത്തേക്കുന്നത്. ഓക്കെ, ആ ബയേഴ്സിന്റെ മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ സെൻസസിൽ വരില്ല. അതുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്യും? അതായത് മാർക്കറ്റ് റിട്രേസ് ചെയ്തു. ഓക്കെ, റിട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു. ഉണ്ടായിരുന്ന ബയേഴ്സിനെ മാർക്കറ്റ് ക്ലിയർ ചെയ്തു.
ബയേഴ്സിന്റെ മാർക്കറ്റ് ക്ലിയർ ചെയ്ത് എവിടുന്ന ബയേഴ്സ് ക്രിയേറ്റ് ചെയ്ത് പ്രീവിയസ് ഡേ ക്ലോസിംഗിൽ റൗണ്ട് നമ്പറിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്ത ബയേഴ്സ് ബൗൺസ് ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്തപ്പോഴേക്ക് ആക്ടിവേറ്റ് ചെയ്ത ബയേഴ്സ് കറന്റ് ഡേയിൽ മാർക്കറ്റ് എന്ത് ചെയ്തു ബുള്ളിഷ് ക്യാൻഡിൽ സ്വിംഗ് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയപ്പോഴേക്കും അവിടെ ക്രിയേറ്റ് ചെയ്ത ബയേഴ്സ് സോ 3 ലെവൽ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ചെയ്ത് ഈ ഒരൊറ്റ മൊമെന്റത്തിൽ എന്ത് ചെയ്തു അവരുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എൻഡ് ചെയ്തു. കാരണം ഈ മൊമെന്റം വൺ സൈഡ് പരാബോളിക് മൊമെന്റം ആണ്. ഈ മൊമെന്റത്തിൽ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് ക്ലിയർ ചെയ്തതെന്ന് ഒറ്റ മൊത്തത്തിൽ അറിയാൻ പറ്റും. വൺ സൈഡ് മൊമെന്റ് ഒക്കെ ബൈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ്. ഓക്കെ, വൺ സൈഡ് ഡ്രാസ്റ്റിക്കലി മൂവ് ചെയ്യുന്ന മാർക്കറ്റിലൊക്കെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത് പോകുന്നതാണ്. സോ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്തു. മാർക്കറ്റിൽ ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്തു. സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയി. പ്രീവിയസ് ഡേയിലും മാർക്കറ്റ് ഗ്യാപ് ഡൗൺ തന്നിട്ട് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. സോ ഒരു നെഗറ്റീവ് ബിഹേവിയർ ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് ക്ലോസിംഗ് പ്രൈസും ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. കൂടാതെ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും. അതുകൂടാതെ മാർക്കറ്റ് ഇവിടെ ഒരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്വിംഗും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്യും സെല്ലേഴ്സ് ആക്കി. അപ്പൊ 4 ലെവൽ ഓഫ് സെല്ലേഴ്സ് ഇവിടെ തന്നെ ആക്ടിവേറ്റ് ആയി. ഏത് 4 ലെവൽ ഓഫ് സെല്ലേഴ്സ് സെൻസെക്സിലും ആക്ടിവേറ്റ് ആയി. ഏകദേശം ഒരു 11:21. വണ്ടർഫുൾ, വെരി വണ്ടർഫുൾ. അതായത് ഒരു കറക്റ്റ് 11:21 ടൈം നമ്മൾ 11:21 തന്നെയല്ലേ? 11:21 ടൈം നമ്മള് നിഫ്റ്റിയിൽ പറഞ്ഞു. അതേ ടൈമിൽ തന്നെ ഈ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ഉണ്ടോ? ഈ ഒരു വണ്ടർഫുൾ എൻഗൾഫിംഗ് ക്യാൻഡിൽ ഉണ്ടോ? ഈ ഒരു ഒറ്റ എൻഗൾഫിംഗ് ക്യാൻഡിൽ. ഈ എൻഗൾഫിംഗ് ക്യാൻഡിൽ നമുക്ക് ട്രേഡ് എടുക്കാം. മൾട്ടിപ്പിൾ 4 ലെവൽ ഓഫ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആയി. അതുകൊണ്ട് നമുക്ക് ധൈര്യം വിട്ട് ട്രേഡ് എടുക്കാം. 150 പോയിന്റ് സ്റ്റോപ്പ് ലോസും 150 പോയിന്റ് ടാർഗറ്റും. ടാർഗറ്റ് എവിടെയാ വെക്കുക? നമുക്ക് ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് ക്ലോസിംഗ് പ്രൈസ് വരെ വെക്കാം. കാരണം 365 പോയിന്റ്സ് എടുത്ത് ടാർഗറ്റ് കിട്ടും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാവും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ലെവൽ, അതായത് സെല്ലിങ്, റീട്രേസ്മെന്റ്, സെല്ലിങ്, ഇത് കണ്ടുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്ത സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അല്ലേ ഇവിടെ എടുത്തിരിക്കുന്നത്. കണ്ടോ മാർക്കറ്റ് കണ്ടോ? ഇവിടുന്നൊക്കെ 4 ലെവൽ ഓഫ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ അവിടെയൊക്കെ മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടാണ് പിന്നെ മാർക്കറ്റ് റിവേഴ്സ് വന്നിരിക്കുന്നത്. അതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല. അതിന്റെ റീസൺ സിമ്പിൾ ആണ്. സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അത്രേ ഉള്ളൂ, ലിക്വിഡിറ്റി അത്രേ ഉള്ളൂ. അതുകൊണ്ട് മാർക്കറ്റ് അത് ക്ലിയർ ചെയ്തു, മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസ് ചെയ്തു. ഇതാണ് ഇതിന്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. ശരിക്കും സ്റ്റോപ്പ് ലോസ് കണ്ടിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ അടിപൊളിയാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഓൾറെഡി സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള. ബൗൺസ് ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്തപ്പോഴേക്ക് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയി. പിന്നെ കൂടാതെ 55,500 ലെവലിലും സെല്ലിംഗ് വന്നിട്ടുണ്ട്. അവിടെ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. സോ മാർക്കറ്റ് എന്താ ചെയ്തേക്കുന്നത്? അത് കൂടാതെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ക്ലോസിംഗ് പ്രൈസ് പ്രീവിയസ് ഡേയിൽ ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്ത് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇന്നും ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്ത് നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുമ്പോൾ ആര് ആക്ടിവേറ്റ് ആകും? മൾട്ടിപ്പിൾ സെല്ലേഴ്സ്, ഹ്യൂജ് സെല്ലേഴ്സ്. സോ പ്രീവിയസ് ബിഹേവിയറൽ പാറ്റേൺ കണ്ടുകൊണ്ട് ഇന്നും അതേ പാറ്റേൺ തന്നെയാണെന്ന് വിചാരിച്ച് കുറെ മണ്ടന്മാരായിട്ടുള്ള സെല്ലേഴ്സ് വരും. അവർ ആക്ടിവേറ്റ് ആകും. അവരുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എടുക്കും. അപ്പൊ ഇവിടെ നന്നാക്കുന്ന സിമ്പിൾ ആണ്. മാർക്കറ്റ് എന്ത് ചെയ്ത് പ്രീവിയസ് ഡേയിൽ ഓൾറെഡി സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. 2 ലെവൽ ഓഫ് സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ഇന്നത്തെ ദിവസം മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നു. തിരിച്ച് എന്ത് ചെയ്തു? ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ഓക്കെ, ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്യുന്നു. ക്ലോസിംഗ് പ്രൈസ് ബ്രേക്ക് ചെയ്യുമ്പോൾ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആവും. പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആവും. ഓക്കെ, അപ്പൊ ഓൾറെഡി പ്രീവിയസ് ഡേയും ക്ലോസിംഗ് പ്രൈസും ബ്രേക്ക് ചെയ്യുന്നത് കണ്ടുകൊണ്ട് പ്രീവിയസ് ഡേയിലെ ബിഹേവിയറൽ പാറ്റേണും കണ്ടുകൊണ്ട് സെല്ലേഴ്സ് ആക്ടിവേറ്റഡ് ആണ്. സോ മൾട്ടിപ്പിൾ സെല്ലേഴ്സ്, ഹ്യൂജ് ലെവൽ ഓഫ് മൾട്ടിപ്പിൾ സെല്ലേഴ്സ് ബാങ്ക് നിഫ്റ്റിയിൽ ആക്ടിവേറ്റഡ് ആയി. അതുകൂടാതെ അതേ ടൈമിൽ തന്നെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു 9:30 തന്നെ സെല്ലേഴ്സിന്റെ ഇനഫ് സ്റ്റോപ്പ് ലോസ് ആക്ടിവേറ്റ് ആയി. പിന്നെ ഒരു 9:51 എന്നുള്ള ലെവലേക്ക് നോക്കുവാണെങ്കിൽ ഓൾറെഡി മാർക്കറ്റിൽ നല്ല മൊമെന്റം കണ്ടോ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ തന്നെ. അതായത് ഇവിടെ ശരിക്കും ട്രേഡ് എടുക്കാൻ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ മാർക്കറ്റ് തന്നിട്ടില്ല. അതായത് ലാസ്റ്റ് സ്വിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ലാസ്റ്റ് സ്വിംഗ് ഇതാണ്. ഈ ലാസ്റ്റ് സ്വിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇവിടെ ശരിക്കും ഒരു പ്രോപ്പർ കൺഫർമേഷൻ നമുക്ക് മാർക്കറ്റ് തന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ഈ ഒരു ക്യാൻഡലിൽ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. പക്ഷേ ഇവിടെ ബാങ്ക് നിഫ്റ്റിയില് ശരിക്കും ഈ ഒരു ക്യാൻഡിൽ, ഈ ക്യാൻഡലിന്റെ ബ്രേക്ക് ചെയ്തിട്ടില്ല ആക്ച്വലി. ഈ ഒരു ലെവലിൽ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം.
അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കാം. അതായത് ഈ ഒരു ലെവൽ വേണ്ട എക്സ്റ്റെൻഡ് ചെയ്ത് പോകണമെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ക്യാൻഡിലിൽ ട്രേഡ് എടുക്കാം. പക്ഷെ ആ ക്യാൻഡിൽ ട്രേഡ് എടുക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വൈഡ് ആകുമെന്ന് ശ്രദ്ധിക്കണം. ഒരു ലോ കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് 100 പോയിന്റ് സ്റ്റോപ്പ് ലോസും അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു റീട്രേസ്മെന്റ് കിട്ടുമെന്ന് നോക്കാം. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അതായത് ഈ ഒരു മൊമെന്റം കൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ശരിക്കും കൺഫർമേഷൻ തന്നിട്ടില്ല, കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടിയിട്ടില്ല. അതാണ് ഡൗട്ട് ട്രേഡ് എടുക്കാനായിട്ട്. ഒരു പക്ക കൺഫർമേഷൻ ക്യാൻഡില് ഓക്കെ ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ക്ലിയർ അല്ല. കണ്ടോ അതായത് ഈ ഒരു മൊമെന്റം കണ്ടു, ഈ മൊമെന്റത്തിന്റെ ഒരു ലാസ്റ്റ് സ്വിംഗ് ആണ്. അതായത് ഈ ഒരു മൊമെന്റത്തിന്റെ ഒരു സ്വിംഗ് ആണ് ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള അല്ലാതെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇതാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ ഇവിടെ ട്രേഡ് എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് വൈഡ് സ്റ്റോപ്പ് ലോസ് ആവും. ആ വൈഡ് സ്റ്റോപ്പ് ലോസ് ആകാതിരിക്കാതെ ഒരു എന്താ പറയാ, ഇവിടുന്ന് മാർക്കറ്റ് എന്തോരം പോകുന്നു, എന്നിട്ട് ഒരു 50% അടുത്ത് മാർക്കറ്റ് വന്നിട്ട് ഒരു കൺഫർമേഷൻ തരുവാണെങ്കിൽ, അതായത് ഇവിടം വരെയുള്ള മൊമെന്റം ഇതിന്റെ ഒരു 50% അടുത്ത് മാർക്കറ്റ് വന്നിട്ട് കൺസൾട്ടേഷൻ തരുവാണെങ്കിൽ, അതൊരു കൺഫർമേഷൻ തരുവാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. അതായത് 50% മുകളിൽ മാർക്കറ്റ് താഴത്തേക്ക് വന്നു, എന്നിട്ട് കൺഫർമേഷൻ തന്നേക്കുന്ന ഈ ക്യാൻഡിലാണ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. എൻഗൾഫിംഗ് ക്യാൻഡിൽ ഈ ക്യാൻഡിൽ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ഇത് കുറച്ച് എന്താ പറയാ, കുറച്ച് പ്രോ ലെവൽ ഓഫ് തിങ്കിങ് ആണ്. കാരണം മാർക്കറ്റിന് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വൈഡ് ആകാൻ പാടില്ല, അതിനുവേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാം. 100 പോയിന്റ് എടുത്ത് സ്റ്റോപ്പ് ലോസിന് 100 പോയിന്റ് എടുത്ത് ടാർഗറ്റ് വെക്കാം. ടാർഗറ്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഇവിടം വരെ മാർക്കറ്റ് റിവേഴ്സ് ആകും. കാരണം വേറൊന്നുമില്ല, അപ്പൊ അവിടെയാണ് ആക്ച്വലി സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലോസിംഗ് പ്രൈസ് വരെ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ട്രാവൽ ചെയ്യും. ഒരു 100 പോയിന്റ് നോക്കുകയാണെങ്കിൽ കറക്റ്റ് 100 പോയിന്റ് എടുത്ത് മാർക്കറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് അതിനേക്കാൾ മുകളിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. 100 പോയിന്റ് ടാർഗറ്റിന് 100 പോയിന്റ് സ്റ്റോപ്പ് ലോസും കിട്ടും. സോ ഇതായിരുന്നു മാർക്കറ്റിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്, 23rd അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണുക. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ, എൻട്രി എടുക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വൈഡ് ആകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. അതിനെക്കുറിച്ച് എന്താ പറയുക, ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സ്വിംഗ് ഉണ്ട്. ആ സ്വിംഗിന്റെ 50% എടുക്കുക. 50% എടുത്തിട്ട് ആ 50% ഒരു ഗ്രീൻ ക്യാൻഡിൽ കൺഫർമേഷൻ വീണ്ടും നോക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ട്രേഡ് എടുക്കാൻ പറ്റും. കാരണം നമുക്ക് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടണം ട്രേഡ് എടുക്കണമെങ്കിൽ. അല്ലെങ്കിൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന 1 മിനിറ്റിൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ക്യാൻഡിന്റെ സ്വിംഗ്, ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്യണം. അതിനുള്ള നമുക്ക് വിത്ത് കൺഫർമേഷൻ ട്രേഡ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു റെഡ് ഗ്രീൻ ലെവൽസ് കാണും. ആ റെഡ് ഗ്രീൻ ലെവൽസ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, റെഡ് ഗ്രീൻ ഇതൊരു ലെവലാണ്. റെഡ് ഗ്രീൻ ലെവൽ എന്ന് പറയുന്നത് അത് പ്രോപ്പർലി ബ്രേക്ക് ചെയ്യണം. പക്ഷെ ഇവിടെ ആക്ച്വലി ബ്രേക്ക് ചെയ്തിട്ടില്ല. മാർക്കറ്റിന്റെ വിക്ക് ചെറുതായിട്ട് വന്നിട്ട് പിന്നെ ആ വിക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിന്നെ ഈ ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ലോ ടു ഹൈ വരെ ഒരു 50% റീട്രേസ്മെന്റ് വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കൺഫർമേഷൻ, ഈ ലാസ്റ്റ് ക്യാൻഡിലെ ഹൈ കട്ട് ചെയ്യുന്ന ഈ ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുക്കാം. അതാണ് ഒരു പ്രോ ലെവൽ ഓഫ് തിങ്കിങ് ആണ് ആക്ച്വലി അത്. ഇതായിരുന്നു ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത് 23rd മാർക്കറ്റിന്റെ. ഓക്കെ.